വഖഫ് ഭൂമി ദൈവത്തിന്റെ സ്വത്താണെന്നും അതിൽ മറ്റുള്ളവർക്ക് കയ്യേറാൻ അവകാശമില്ല, താമസിക്കാനോ കൈകാര്യം ചെയ്യാൻ അവകാശമില്ല എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് അത് കയ്യേറ്റമാണ്. അപ്പോൾ സമ്പത്ത് ഇല്ലാത്ത ജനതയ്ക്ക് സമ്പത്ത് കൊടുക്കുന്നുള്ളത് അവസ്ഥ മാറിയിട്ട്, അതായത് ഭൗതിക ലോകമല്ല ഇത് ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ച് അത്യന്തികം എന്ന് പറയുന്നത് പരലോക ജീവിതമാണ്. പരലോക ജീവിതം എന്ന് പറയുന്നത് സ്വർഗം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അവിടെ താമസിക്കുന്ന ജനവിഭാഗങ്ങൾ കയ്യേറി, അത് വഖഫ് ഭൂമി കയ്യേറി എന്ന് തന്നെ പറയാൻ പറ്റും. ഫാറൂഖ് കോളേജിന് കൊടുക്കുമ്പോൾ ഫാറൂഖ് കോളേജ് പറയുന്നത് അത് അവർക്ക് ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ സമ്മാനമായിട്ട് ലഭിച്ചാണെന്ന് പറയുന്നത്. നമസ്കാരം. വഖഫുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങളാണ് ഇന്ന് ഈ ഒരു സമൂഹം ചർച്ച ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിന് കൃത്യമായ മറുപടികളുമായി നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ പാർത്ഥസാരഥിയാണ്. സാർ നമസ്കാരം. സാർ, ഇപ്പം ഞാൻ ഈ പ്രേക്ഷകരോട് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വഖഫുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എല്ലാ ദിവസവും പത്രങ്ങളിലായാലും മാധ്യമങ്ങളിലായാലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്കിടയിൽ പലപ്പോഴും പലർക്കും ഈ വഖഫ് എന്താണെന്ന് കൃത്യമായി അറിയാത്തവരുണ്ടാകും. അപ്പോൾ അവരിലേക്ക് ആദ്യം എത്തിക്കാല്ലേ, അപ്പോൾ എന്താണ് വഖഫ് എന്ന് പറഞ്ഞു തുടങ്ങാം? വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിന് അകത്ത് നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. ആ സമ്പ്രദായം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഇസ്ലാമിൻ്റെ രൂപപ്പെട്ട ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ ദരിദ്രം പിടിച്ച അവസ്ഥയിൽ നിന്ന് സമ്മതം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് വിശ്വാസികൾ കടന്നു വരുന്നു. ആ വിശ്വാസികളുടെ ദൈനംദിന ജീവിത രീതികൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. കാരണം വളരെ ദരിദ്രം പിടിച്ച അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്താണ് ഇസ്ലാം മതം രൂപപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട അനുയായികളോട് കഴിവുള്ളവർ സഹായിക്കുന്ന അർത്ഥത്തിലായിരുന്നു. അപ്പോൾ അതിനോടൊക്കെ ബന്ധപ്പെടുത്തി പൈസയുള്ളവർ അല്ലെങ്കിൽ ധനമുള്ളവർ ആ കാലഘട്ടത്തിൽ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ളവർ തന്നെ ചില കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് എല്ലാ വിശ്വാസികൾക്കും ഉപയുക്തമാവുന്ന രീതിയിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് വഖഫിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ചില കിണറുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തോട്ടങ്ങൾ ഇസ്ലാം മത വിശ്വാസികൾ തന്നെ വാങ്ങി അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള തോട്ടങ്ങളെല്ലാം തന്നെ ഇസ്ലാം മത വിശ്വാസികൾക്കെല്ലാം ഒരുപോലെ അനുഭവിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ അവിടെ അത് വലിയൊരു രൂപമാണ്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നതിൽ അവിടെ സംഭവം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒന്നുമില്ലാത്തൊരു ജനവിഭാഗം അവരുടെ നിത്യചെലവ് അല്ലെങ്കിൽ അവരുടെ നിത്യേനയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായം എന്ന രീതിയിൽ കഴിവുള്ളവർ സഹായിക്കട്ടെ എന്നുള്ളതാണ്. പിൻകാലത്ത് അത് മതത്തിൻ്റെ അഭിവൃദ്ധിയിലേക്ക് മാറുകയാണ്. അതാണ് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. മതത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അപ്പോൾ പിന്നീട് വരുന്ന ആ ഒരു വഖഫിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുന്നത് അതിൻ്റെ അർത്ഥതലങ്ങൾ മാറുകയാണ്. അപ്പോൾ വഖഫിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പിന്നീട് ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് ഒത്തിരി സമ്പത്ത് കടന്നു വരുന്നുണ്ട്. ഇസ്ലാം മതം എന്ന് പറയുന്ന പല പ്രദേശങ്ങളും ചേക്കേറുന്നുണ്ട്. അത് ഏത് വഴിയിൽ കൂടിയാണെങ്കിൽ കൂടി അവിടെ ചേക്കേറുന്നതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി സമ്പത്തുകൾ കൈകാര്യം രീതിയിൽ വരുമ്പോഴും വഖഫ് നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ സമ്പത്ത് ഇല്ലാത്ത ജനതയ്ക്ക് സമ്പത്ത് കൊടുക്കുന്നുള്ളത് അവസ്ഥ മാറിയിട്ട്, അതായത് ഭൗതിക ലോകമല്ല ഇത് ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ച് അത്യന്തികം എന്ന് പറയുന്നത് പരലോക ജീവിതമാണ്. പരലോക ജീവിതം എന്ന് പറയുന്നത് സ്വർഗം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ആ സ്വർഗലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിനു വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹായ ഘടകമായിട്ട് തയ്യാറെടുപ്പാണ്. അപ്പോൾ അവിടെ കിട്ടാനുള്ള നന്മകൾ അല്ലെങ്കിൽ സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന ഗുണങ്ങൾ, ആ ഗുണങ്ങൾക്ക് വേണ്ടിയുള്ള കുറെ ചെയ്തികളാണ് വഖഫിനോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ പൈസയുള്ള ആൾക്കാർ മതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, മതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, മതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി തങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ മതത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അത് വഖഫ് സ്വത്തായിട്ട് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സമർപ്പിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ലാഭം അല്ലെങ്കിൽ അതിൻ്റെ നേട്ടം എന്ന് പറയുന്നത് പരലോക ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന ഒരു സ്വർഗീയവാസത്തോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതാണ് വിശ്വാസിയെ സംബന്ധിച്ച്. ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത് പലപ്പോഴും ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഏറ്റവും അടുത്ത് നമ്മൾ കേട്ടത് മുനമ്പത്ത് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുമായി ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുനമ്പത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ അല്ലെ നമുക്ക് ഞാൻ പറയും ഒരു മിക്ക സമൂഹവും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനോട് ബന്ധപ്പെടുത്തി എനിക്ക് പറയാനുള്ളത് ഒരു 3 കാര്യങ്ങളാണ്. അപ്പം മുനമ്പത്തെ വഖഫ് ഭൂമിയാണെന്ന് പറയുന്ന ആ പ്രദേശം അവിടെ താമസിക്കുന്ന ജനവിഭാഗങ്ങൾ കയ്യേറി, അത് വഖഫ് ഭൂമി കയ്യേറി എന്ന് തന്നെ പറയാൻ പറ്റും. അവർ പൈസ കൊടുത്ത് മേടിച്ചാലും വഖഫ് ബോർഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വഖഫിനോട് ബന്ധപ്പെടുത്തി നിലനിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത് കയ്യേറി എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇവിടെ അത് കയ്യേറി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇവർക്ക് ഇവിടെ കയ്യേറി എന്ന് പറയുന്ന ജനവിഭാഗത്തിന് കൃത്യമായ അവരുടെ കയ്യിൽ ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അതായത് രജിസ്റ്റർ ചെയ്ത് കിട്ടിയ സ്ഥലങ്ങളായിരിക്കാം. അങ്ങനെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ സർക്കാർ ഉൾപ്പെടെ രജിസ്ട്രേഷൻ നടത്തി കൊടുത്തിട്ടുണ്ടാവാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ വഖഫ് ഭൂമി കയ്യേറി എന്ന് അവർ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞു ഇതിൽ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. 3 വിഭാഗങ്ങളെ ഞാൻ കാണുന്നത്. 3 തലങ്ങളാണ്, 3 മുഖങ്ങളാണ്.
ഈ പറഞ്ഞ നേരത്തെ കയ്യേറി എന്ന് ചിന്തിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് വഖഫ് ഭൂമി ദൈവത്തിന്റെ സ്വത്താണെന്നും അതിൽ മറ്റുള്ളവർക്ക് കയ്യേറാൻ അവകാശമില്ല, താമസിക്കാനോ കൈകാര്യം ചെയ്യാൻ അവകാശമില്ല എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് അത് കയ്യേറ്റമാണ്. ബാക്കി രണ്ടുപേരുണ്ട്, അവിടെ താമസിക്കുന്ന ജനവിഭാഗമുണ്ട്. ഈ ജനവിഭാഗം ആരിൽ നിന്നത് ഭൂമി വാങ്ങി അവരെ സംബന്ധിച്ച് ഇത് കയ്യേറ്റമല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് പുനമ്പത്ത് താമസിക്കുന്ന ജനവിഭാഗം, അവിടെ ഉണ്ടായിരുന്ന ഒരു കച്ചി മേമൻ വിഭാഗത്തിലുള്ള ഇബ്രാഹിം സ്റ്റേറ്റിൽ നിന്നും ആ ഒരു ഭൂമിയോട് ചരിത്രം പോകുന്ന അങ്ങനെയാണ്. ആ കച്ചി മേമൻ വിഭാഗത്തിൽപ്പെട്ട ഇബ്രാഹിം സ്റ്റേറ്റ് അദ്ദേഹത്തിന് അത് തിരുവിതാംകൂർ രാജാവിൽ നിന്ന് ലഭിച്ചാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് ലഭിച്ചതാണ്. ആ ലഭിച്ച ഭൂമി അദ്ദേഹം 1950 കാലഘട്ടങ്ങളിൽ ഈ MES-നോട് ബന്ധപ്പെടുത്തി വരുന്ന ഫാറൂഖ് കോളേജിനോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു വിഭാഗത്തിന് നൽകുകയാണ്. അപ്പോൾ അത് കൊടുക്കുന്ന എങ്ങനെയാണ്? വിദ്യാഭ്യാസപരമായ കാര്യം, അവിടെ ഒരു അറബി കോളേജ് ഉണ്ടാകുന്നുണ്ട്. ആ കോളേജിനോട് ബന്ധപ്പെടുത്തി വരുന്ന ആ സമൂഹത്തിന് നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുള്ളിക്കാരനത്. അവിടെ ഒരു സംശയം, സാറ് പറഞ്ഞു തിരുവിതാംകൂർ രാജാവ് പാട്ടഭൂമിയായി നൽകിയതാണെന്ന് പറഞ്ഞു. പാട്ടഭൂമിയായി നൽകിയ ഭൂമി എങ്ങനെയാണ് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നത്? അല്ല, ഞാനിവിടെ പറഞ്ഞു വെക്കുന്നതാണ്, അതിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഈ കിട്ടിയ ഭൂമി പുള്ളിക്കാരൻ 1950, ഇവിടെ ഞാൻ പറഞ്ഞു മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യത്തിനോടൊപ്പം സഞ്ചരിക്കാൻ ഉള്ള ഒരു ആഗ്രഹത്തിന്റെ അപ്പുറം ചരിത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുകയാണ്. 1950 ഇബ്രാഹിം സേട്ട് ഈ പറയുന്ന ഈ MES-നോട് ബന്ധപ്പെട്ട് വരുന്നത് ഫാറൂഖ് കോളേജിന് കൊടുക്കുന്നത്. അപ്പോൾ ഫാറൂഖ് കോളേജിന് കൊടുക്കുമ്പോൾ ഫാറൂഖ് കോളേജ് പറയുന്നത് അത് അവർക്ക് എന്താണ് ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ സമ്മാനമായിട്ട് ലഭിച്ചാണെന്ന് പറയുന്നത്. ഈ 50 ഒരു പ്രത്യേകതയുണ്ട്. ഈ 50 എന്ന് പറയുന്ന പാട്ടഭൂമിയായിരുന്നു ഇതുവരെ. 50 ഒരു പാട്ടഭൂമിയായിരുന്ന പ്രദേശം 1950 കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യ സ്വതന്ത്രമായി 1950 തിരുവിതാംകൂറും കൊച്ചിയും കൂടി യോജിക്കാൻ പോവുകയാണ്. പുതിയ സംസ്ഥാനം വന്നു കഴിഞ്ഞു. ബ്രിട്ടന്റെ കോളനി എന്നുള്ള അവസ്ഥയിൽ മാറിയിട്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെടുക, അല്ലെങ്കിൽ ഒരു പ്രദേശം രൂപീകരിക്കപ്പെടുക, ഒരു സംസ്ഥാനമായിട്ട് മാറുകയാണ്. സ്വാഭാവികമായിട്ടും ബ്രിട്ടന്റെ കീഴിൽ ബ്രിട്ടനെ സഹായിച്ച് നിലനിന്നിരുന്ന രാജകുടുംബമാണ് ഈ പറയുന്ന കച്ചി മേമൻ വിഭാഗത്തിന് ആ ഭൂമി ദാനം കൊടുത്തത്. അപ്പോൾ ബ്രിട്ടീഷ് സഹായത്തിന് വേണ്ടി, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച് തന്നെ നിന്ന ഒരു വിഭാഗമാണ്. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ 1902 കൊടുത്തതെന്ന് പറയുന്നു. അതുപോലെ തന്നെ 1902 ശ്രീമൂലം രാജാവിന്റെ കാലഘട്ടമാണ്. പക്ഷെ ചില ആൾക്കാർ പറഞ്ഞു വെക്കുന്നത് അത് ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിൽ നിന്നാണ്. ആയില്യം തിരുനാളിന്റെ കാലഘട്ടം 1888 കഴിഞ്ഞു. പിന്നീട് വരുന്നത് ഈ പറയുന്ന ഒരു കാലഘട്ടം 1902 ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടം. അപ്പോൾ ഈ ശ്രീമൂലം തിരുനാളാകട്ടെ ആയില്യം തിരുനാളാകട്ടെ ആരായിരുന്നാലും ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരെല്ലാം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സാമന്തന്മാരാണ്. സാമന്തന്മാർ എന്നൊരു വാക്ക് തന്നെ ഉപയോഗിക്കും. കാരണം ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകൂടം പറയുന്ന ആജ്ഞാനുവർത്തികളായിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ കച്ചി മേമൻ സമുദായത്തിൽപ്പെട്ട ഈ ഇബ്രാഹിം സേട്ടിന്റെ കുടുംബക്കാർക്ക് ഈ ഭൂമി കൊടുക്കുന്നത്. അപ്പോൾ 1950 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. 47 സ്വാതന്ത്ര്യം കിട്ടുന്നു. 50 ആകുമ്പോൾ കേരളത്തിൽ ഒരു സംസ്ഥാനം, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ബ്രിട്ടനോട് ബന്ധപ്പെടുത്തി വരുന്ന രാജാവിന്റെ അധികാരങ്ങളില്ലാതെ, രാജാവിന് ഈ പറയുന്ന ഭൂമിയിൽ യാതൊരു ബന്ധവുമില്ല, രാജാവ് കൊടുത്ത ഭൂമി ഇനിയും വെച്ചുകൊണ്ടിരുന്നത് പ്രശ്നമാകുമെന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കും. അതാണ് 1950 ഫാറൂഖ് കോളേജിന് അദ്ദേഹം കൊടുക്കുന്നത്. ഫാറൂഖ് കോളേജിനെ സംബന്ധിച്ച് അത് ഇഷ്ടമായിട്ട് സമ്മാനമായിട്ട് നൽകിയതാണ്. അതാണ് ഫാറൂഖ് കോളേജിന് ഇഷ്ടദാനമായിട്ട് ഫാറൂഖ് കോളേജിന് കൊടുത്തതാണെന്ന് പറയുന്നത്. പക്ഷെ ഈ രേഖകളിൽ വഖഫ് എന്ന് എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോൾ വഖഫ് ഭൂമിയാണെങ്കിൽ ഫാറൂഖ് കോളേജിനെ സംബന്ധിച്ചാണ് തിന്മ. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം, അതായത് സിദ്ദിഖ് സേട്ടിന് പാട്ടത്തിന് നൽകിയ ഭൂമി സിദ്ദിഖ് സേട്ടിന്റെ അടുത്ത് പിന്നീട് തിരിച്ചു വാങ്ങിക്കാൻ ഈ രാജകുടുംബം തയ്യാറാവുന്നില്ല. ഇല്ല, ഇത് ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതിൽ സിദ്ദിഖ് സേട്ടിന് കുടുംബക്കാർക്ക് കൊടുക്കുന്നത്, പൂർവികർക്ക് കൊടുക്കുന്നത്. സിദ്ദിഖ് സേട്ട് 50 ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ 1902 സംഭവിച്ചെന്നാ പറയുന്നത്. 1950 സിദ്ദിഖ് സേട്ട്, ആ കാലഘട്ടത്തിൽ സിദ്ദിഖ് സേട്ടാണ് ഈ ഭൂമി കൈകാര്യം. അപ്പോഴേക്കും ഈ സിദ്ദിഖ് സേട്ടിന്റെ ഭൂമിയായി മാറിയിട്ടുണ്ട്. അത് മാറി, പുള്ളിക്കാരനെ കൈകാര്യം ചെയ്യുന്നത്, പുള്ളിക്കാരനെ കൈവശാവകാശം സിദ്ദിഖ് സേട്ടിനായി മാറുക എന്ന് പറഞ്ഞത് രാജഭരണമല്ലേ നേരത്തെ പറഞ്ഞത്. കാരണം ഭൂമി എന്ന് പറയുന്നത് രാജാവിൻ്റെ ഒരു അധികാരമായിട്ട് കണക്കാക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാജാവിന് തോന്നുമ്പോൾ ഇപ്പോൾ ചെയ്യാം. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് വരുമ്പോൾ രാജാവ് കൊടുത്ത ഭൂമിയെല്ലാം രാജ്യത്തിന്റെയും ജനാധിപത്യ വ്യവസ്ഥിതിയിലേക്ക് മാറും. ഈ ഒരു ബോധമാണ് അവിടെ ഉണ്ടാവുന്നത്. ഭൂമി സർക്കാരിൻ്റെതായി മാറേണ്ടത് തന്നെയാണ്. അപ്പോഴാണ് അദ്ദേഹം ഈ 50 തന്നെ, അതുകൊണ്ടാണ് ഈ 50 പ്രാധാന്യം കൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്. ഈ 50 അദ്ദേഹം ദാനമായിട്ട് കൊടുക്കുകയാണ്. അത് ഈ ദാനമായിട്ട് കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പൈസ കൊടുത്ത് മേടിച്ചതല്ല, കൃഷി ചെയ്യാൻ വേണ്ടി പാട്ടഭൂമിയാണ്. അല്ലെങ്കിൽ രാജാവിന് ഈ ചെറിയൊരു ധനം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത്ര ഏക്കർ കണക്കിന് ഭൂമിയാണ് കിട്ടുന്നത്. ആ ഭൂമി
അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുന്നില്ല. തിരിച്ചു കൊടുക്കാതെ രാജാവിന് കൊടുക്കേണ്ട അധികാരമില്ല, കാരണം തിരുക്കൊച്ചി ഉണ്ടായി കഴിഞ്ഞു, സംസ്ഥാനം വന്നു, രാജാവിന് കൊടുക്കേണ്ട. പിന്നെ കൊടുക്കാവുന്നെന്ന് പറയുന്നതാണ് ഒരു സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ അത് ആ സംസ്ഥാനത്തിന്റെ ഭരണവ്യവസ്ഥയുടെ ഭാഗമായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന കാര്യം ചെയ്തെന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നു? ഫാറൂഖ് കോളേജ്, പിന്നീട് വരുന്ന ഫാറൂഖ് കോളേജ്. അപ്പോൾ ഫാറൂഖ് കോളേജ് ഇവർക്ക് ഇത് വിറ്റു. ഇവിടെ എന്ത് ജീവിച്ചെന്ന് പറയുന്നത് ആൾക്കാർക്ക് വിൽക്കുകയാണ്. അത് പല ഘട്ടങ്ങളായിട്ട് വിൽക്കുന്നുണ്ട്.